നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ആഘാതത്തിനിടെ ആശ്വാസം. സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടെ ബാർ കേസിൽ ബാബുവിനെ പ്രതിയാക്കണം എന്ന വിജിലൻസ് കോടതി വിധിക്ക് ഹൈക്കോടതി സ്റ്റേ. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള ഉത്തരവ് 2 മാസത്തേക്ക് തടഞ്ഞ നടപടിയിൽ ബാബുവിന് ആശ്വാസനിശ്വാസം. ബാബുവിനെതിരെ അന്വേഷണ ഉത്തരവിട്ട വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നടപടി ജുഡീഷ്യൽ മര്യാദകളുടെ ലംഘനമെന്നും പ്രഥമദൃഷ്ട്യാ തെറ്റെന്നും കോടതി നിരീക്ഷണം. പരാതിയിൽ 10 ദിവസത്തിനകം ദ്രുതപരിശോധന പൂർത്തിയാക്കാനും നിർദ്ദേശം. രാജിയില്ലെന്ന് മുഖ്യമന്ത്രി. സോളാർ കേസിൽ നിയമക്കുരുക്ക് മുറുകുമ്പോഴും രാജിവെക്കില്ല എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന മനസാക്ഷിയുടെ ശരിയാണ് ശക്തിയെന്നും മുഖ്യന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് ഉത്തരവിനെ തുടർന്ന് നേതൃമാറ്റ ആവശ്യവുമായി കോൺഗ്രസിൽ വീണ്ടും കലാപം. പ്രതിച്ഛായ നഷ്ടമാകാതിരിക്കാൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ മാറി നിൽക്കണമെന്ന് വാദം. വിജിലൻസ് കോടതി ഉത്തരവിൽ സ്റ്റേ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാനും സർക്കാർ നീക്കം. പ്രഹരങ്ങളുടെ പരമ്പരയിൽ സോളാറിൽ നിലതെറ്റിയ സർക്കാരിന് കൂടുതൽ ആഘാതമേൽപ്പിച്ച് കോവൂർ കുഞ്ഞിമോൻ MLA സ്ഥാനം രാജിവെച്ചു. ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ നിലയിൽ UDF-ൽ തുടരാനാവില്ലെന്ന് RSP അംഗമായ കുഞ്ഞിമോൻ. സോളാർ കേസിൽ സരിത S. നായർ തുറന്നുവിട്ട അഴിമതി ഭൂതത്തിനും മുഖ്യമന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള കോടതി വിധിക്കും പിന്നാലെ സർക്കാരിന് 3ാം പ്രഹരമായി കോവൂരിന്റെ രാജി. പ്രതിസന്ധി മറികടക്കാൻ വഴിതേടി കോൺഗ്രസിൽ തിരക്കിട്ട കൂടിയാലോചനകൾ. അസാധാരണമായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു. കോടതി വിധിയുടെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയോട് വിശദീകരണം തേടി മുകുൾ വാസ്നിക്. മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് പ്രതികരിക്കാമെന്ന് VM സുധീരൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പലയിടത്തും ഇടതു പ്രക്ഷോഭം. മലപ്പുറത്ത് മുഖ്യമന്ത്രി സഞ്ചരിച്ച കാറിനു നേരെ കല്ലേറ്. തിരുവനന്തപുരത്ത് കരിങ്കൊടി പ്രകടനം നടത്തിയ DYFI പ്രവർത്തകരും പോലീസുമായി തെരുവ് യുദ്ധം. സ്ഥിതി സങ്കീർണമെന്ന് സൂചന. മുഖ്യനും ആര്യാടനും പ്രതി. സർക്കാരിന്റെ ഭാവി തുലാസിലാക്കി തൃശൂർ വിജിലൻസ് കോടതിയുടെ നിർണായക ഉത്തരവ്. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മന്ത്രി ആര്യാടനെയും പ്രതിയാക്കി അന്വേഷണത്തിന് നിർദ്ദേശം. സരിതയുടെ വാൾമുനയിൽ ശ്വാസം മുട്ടി സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിക്കും ആര്യാടനുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാനുള്ള നിർദ്ദേശം പ്രാഥമിക അന്വേഷണ ഉത്തരവിന് പോലും തുനിയാതെ. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ വിധി ഉണ്ടാകുമെന്ന് കോടതി. പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും തുല്യനീതി. ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടത് പോലീസാണ്, കോടതിയല്ല. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കും. വിജിലൻസ് കോടതിയുടെ അപ്രതീക്ഷിത ഉത്തരവ് പൊതുപ്രവർത്തകനായ PD ജോസഫ് സമർപ്പിച്ച സ്വകാര്യ ഹർജിയിൽ. ആരോപണങ്ങൾ കൊണ്ട് ആക്ഷേപിച്ച് പുറത്താക്കാനാവില്ലെന്ന് കോഴിക്കോട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കോഴ വാങ്ങിയെന്ന് തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. എല്ലാം തീരുമാനിക്കേണ്ടത് ജനകീയ കോടതിയെന്നും ഉമ്മൻചാണ്ടി. കൂടിക്കാഴ്ചയുടെ കുരുക്കിൽ. സോളാറിൽ കേരളത്തെ ഞെട്ടിച്ച ആരോപണങ്ങൾക്കു പിന്നാലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചകളുടെ കൂടുതൽ വിവരങ്ങളുമായി സരിത. വാങ്ങിയ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്റെ അമ്മയുമായി ഫോണിൽ സംസാരിച്ചതായും സരിതയുടെ മൊഴി. കൊച്ചിയിൽ എമർജിംഗ് കേരള മീറ്റ് നടക്കുമ്പോൾ സോളാർ പദ്ധതി ചർച്ചയ്ക്കായി ലേ മെറിഡിയൻ ഹോട്ടലിലെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഹോട്ടലിൽ എത്തിയെങ്കിലും മാധ്യമപ്രവർത്തകർ ഉള്ളതുകൊണ്ട് സംസാരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി കമ്മീഷന് മുമ്പാകെ സരിത. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.